ഹായ് ഓൾ. നമ്മളൊന്നൊരു സിമ്പിൾ ഓസ്കി ഒരു 1 മിനിറ്റ് ഒരു ഐ ഷാഡോ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി സ്കൂളിലോ കോളേജോ ഓഫീസോ എവറിഡേയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഞാൻ ഇതെൻ്റെ എവറിഡേ ഐ ഷാഡോ ലുക്കാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന മാറ്റങ്ങൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ലൈക്ക് ഒക്കേഷൻസ് അനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചേഞ്ചസ് വരുത്തുമല്ലോ, അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കൺസീലർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിൽ ഏത് കൺസീലറാണോ ഉള്ളത് അതെടുക്കാം. അത് വെച്ച് ഒന്ന് സ്മഡ്ജ് ചെയ്യാം. കൺസീലർ ഇട്ടുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ രണ്ട് കണ്ണിലൂടെ നോക്കിക്കോ, അതിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ ഫിൽറ്റേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കൺസീലർ മെബിലിൻ്റെ ഏജ് റിഫൈൻഡ് കൺസീലറാണ്. പിന്നെ ഞാനിവിടെ ഐലൈനേഴ്സ് ഒന്നും യൂസ് ചെയ്തില്ല. അത്ര തന്നെ സിമ്പിൾ ഐ ഷാഡോ ലുക്കാണ്. ഞാനിപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് യൂസ് ചെയ്ത്. നിങ്ങൾക്ക് ബ്രഷ് വേണ്ട, കൈകൊണ്ട് മതി, അങ്ങനെ മതി, ഒരു പ്രശ്നമില്ല. നല്ലതായിട്ട് സ്മഡ്ജ് ചെയ്യണം. സ്മഡ്ജിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ആ കൺസീലർ നല്ലതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു ഐ ഷാഡോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അത് കുറച്ചുകൂടെ എന്താ പറയുക, നമ്മുടെ കണ്ണിൻ്റെ ബ്യൂട്ടിയെ ഒന്നും കൂടെ ഒന്ന് ഓക്കെ ആക്കും. അത്രയാണ് സംഭവം, മനസ്സിലായോ? പിന്നെ കുറച്ച് ആർഭാടം. അപ്പം നിങ്ങൾക്ക് ആ ഐ ഷാഡോ പാലറ്റ് കണ്ടാൽ മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തുമാത്രം അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ശരിക്കും ഉപയോഗിച്ച ഒരു ഷെയ്ഡ്സ് ആണ് ആ ബ്രൗണും ഡാർക്ക് ബ്രൗണും. അതൊന്ന് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യാം. സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ഒരു കണ്ണിൻ്റെയും മറ്റേ ലൈക്ക് ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന കണ്ണിൻ്റെയും കൂടെ വ്യത്യാസം കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര എന്താ നല്ല വ്യത്യാസമാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നെങ്കിൽ ബ്രഷ് ചെയ്ത് ഞാൻ ഇവിടെ തന്നെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്. നെക്സ്റ്റ് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. മസ്കാര അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഐലൈനേഴ്സ് യൂസ് ചെയ്യുന്നില്ല. മസ്കാര അതുകൊണ്ട് വാരിപ്പൊത്തുക, നല്ല രീതിയിൽ മസ്കാര ആക്കുക. ഞാനിപ്പോൾ ഒരു 6-7 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചുമ്മാ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുന്നത്, എനിക്ക് കുറച്ച് എന്താ പറയുന്നത് പീലി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നല്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പടർന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം ബ്രഷ് അല്ലെങ്കിൽ കൈ എടുത്തിട്ട് ഒരു സൈഡിലോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഐലൈനറൊക്കെ വരയ്ക്കുന്നതിൽ ഒരു സൈഡിലോട്ട് സ്മഡ്ജ് ചെയ്തുകൊണ്ടിരിക്കാം. ദേ കണ്ടോ, നല്ലൊരു ഐലൈനർ ലുക്ക് പോലെ തന്നെ വന്നു. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പുറമെ ലുക്ക് കഴിയുമ്പോൾ ഒരു വാലോ അങ്ങനെ എന്തെങ്കിലും ഐലൈനർ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കഴിഞ്ഞു. അപ്പം ഇപ്പം നിങ്ങൾക്ക് ആ രണ്ട് കണ്ണിൻ്റെയും കൂടെ ഒരവസ്ഥ മനസ്സിലാവുന്നുണ്ടല്ലോ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. ഇത് എവറിഡേ ചെയ്യുന്നതാണ്. ഇതൊരു ജസ്റ്റ് 1 മിനിറ്റ്, ഹാർഡ്ലി 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കേഷൻസിനൊക്കെ പോകുമ്പോൾ കുറച്ച് ഗ്ലിറ്റർ കൂടെ തന്നെ മുകളിൽ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.